ശ്രീ ടി പി അഷ്റഫ് അലി, ഇപ്പോൾ ഈ കോടതിയിലെ സ്റ്റേ എന്ന് പറയുന്നത് മുഖ്യ ആവശ്യക്കാരായി അതിനുവേണ്ടി സമീപിച്ചത് നിങ്ങളാണ്, നിങ്ങളുടെ പാർട്ടിയാണ്. എന്നിട്ടും ഇന്നത്തെ കോടതിയുടെ നടപടി സ്റ്റേ എന്നതിലേക്ക് വന്നില്ല. പക്ഷേ ആശ്വാസകരമായ നടപടി എന്ന് ലീഗ് ഏതർത്ഥത്തിലാണ് ഇതിനെ മനസ്സിലാക്കുന്നത്? ഇന്ത്യയിലെ പൗരത്വം മതത്തിൻ്റെ അടിസ്ഥാനത്തിലാവരുത് എന്ന് വിശ്വസിക്കുന്ന കോടിക്കണക്കിന് വരുന്ന ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ആശ്വാസകരമാകുന്ന ഒരു ഇടപെടലാണ് ഇന്ന് ഇന്ത്യയുടെ സുപ്രീം കോടതിയിൽ ഉണ്ടായിട്ടുള്ളത്. ആ അർത്ഥത്തിൽ തന്നെ വളരെ വ്യക്തമായി പറയാൻ സാധിക്കും. നേരത്തെ ഇവിടെ വേണു തന്നെ സൂചിപ്പിച്ചതുപോലെ ഈ രാജ്യത്തെ സോളിസിറ്റർ ജനറലിനോട് ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ബഹുമാനപ്പെട്ട ചന്ദ്രചൂഡ് ചോദിക്കുന്ന സമയത്ത് അവരുടെ ഉള്ളിൽ ഇത് എത്ര തിടുക്കപ്പെട്ട് നടത്താനുള്ള താല്പര്യമുണ്ടോ, എന്താണ് ഇതിൽ സർക്കാരിൻ്റെ നയം എന്നുള്ളതിനെക്കുറിച്ചൊക്കെയുള്ള അദ്ദേഹത്തോടുള്ള ചോദ്യത്തിൽ അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത് ഈ പറഞ്ഞ പോലെ 3 ടയർ സിസ്റ്റത്തിലേക്ക് ഉള്ള കമ്മിറ്റികളുടെ രൂപീകരണം, ഇങ്ങനെ തുടങ്ങി ഒരുപാട് സാങ്കേതികത്വ കാര്യങ്ങൾ ഇതിൽ നടക്കാനുണ്ട്. എന്ന് വെച്ചാൽ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മുന്നിൽ ഒരു അജണ്ട കൂടി ഞങ്ങൾ നടപ്പിലാക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ഒരു ദ്രുതഗതിയിലുള്ള ഒരു വിജ്ഞാപനം പുറപ്പെടുവിച്ചു എന്നുള്ളതല്ലാതെ ഈ സർക്കാർ ഇതിൽ യാതൊരു വിധത്തിലുള്ള കാര്യങ്ങളും ത്രിതല സംവിധാനമുണ്ട്, അത് ഏർപ്പാട് ആക്കുന്നതിന് സമയവും എടുക്കും എന്ന് പറയുന്നത് പൗരത്വ നിയമം നടപ്പാക്കുന്നതിന്റെ ആക്കം കൂട്ടുന്ന പ്രവൃത്തിയാണ്. അതെങ്ങനെയാണ് ആശ്വാസമാവുക? എന്ന് വെച്ചാൽ ഈ 3 ആഴ്ച കൊടുത്ത സമയത്തിനകത്ത് ഫാസ്റ്റ് ട്രാക്ക് മുഖേനയെങ്കിലും ആർക്കെങ്കിലും പൗരത്വം കൊടുത്തു എന്നറിഞ്ഞാൽ നിങ്ങൾക്ക് കോടതിയെ സമീപിക്കാം എന്നുകൂടി ഇന്ന് ചീഫ് ജസ്റ്റിസ് പറഞ്ഞു എന്നുള്ളതാണ്. അല്ല, ലീഗിന്റെ അഭിഭാഷകൻ അങ്ങനെ ഒരു കാര്യം നീതിപീഠത്തോട് ഉണർത്തിച്ചു. റദ്ദ് ചെയ്യണമെന്ന് അല്ല, കോടതിയുടെ ശ്രദ്ധയിൽ അത് പെടുത്താം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കോടതി ഇടപെട്ട് ഉടനെ തന്നെ അത് റദ്ദാക്കും. അങ്ങനെയുള്ള ഒരു പരാമർശവുമില്ല. അല്ല, റദ്ദാക്കുമെന്നുള്ളതല്ലല്ലോ. സ്വാഭാവികമായും കോടതി സർക്കാരിനോട് അതിൻ്റെ വിശദീകരണം ചോദിക്കുകയും ഈ ഹർജികളിലുള്ള സർക്കാരിൻ്റെ തീരുമാനം എന്താണെന്ന് അന്വേഷിക്കുകയും ചെയ്യുന്ന സമയത്ത് കോടതിയുടെ ഇടപെടലിൽ തീർച്ചയായിട്ടും ഇതിൽ വളരെ വ്യക്തമായി ആശങ്കകളുള്ള കാര്യവും ഈ രാജ്യത്തെ ജനങ്ങൾക്കുള്ള ആശങ്കകളും എല്ലാം പ്രതിഫലിക്കുന്ന വിധത്തിൽ അതിനെ ആശ്വാസമാകുന്ന വിധത്തിൽ ആശങ്ക ഉണ്ടാക്കുന്നത് തന്നെയാണ് അഷ്റഫ് അലി. രണ്ടാമതായി, ഇതിന്റെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകരുത് എന്നൊരു നിർദ്ദേശവുമില്ല. സ്റ്റേ ചെയ്യാതെ തന്നെ വാക്കാൽ പറയാമല്ലോ. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വിശദീകരണം തരൂ, മറ്റു നടപടികളിലേക്ക് കടക്കുന്നത് നിൽക്കട്ടെ. അങ്ങനെയും ഉണ്ടായിട്ടില്ല. നിങ്ങളൊരു ആശങ്ക അങ്ങോട്ടേക്ക് ഉന്നയിക്കുകയാണ്. അപ്പോൾ പൗരത്വം ആർക്കെങ്കിലും അതിവേഗത്തിൽ കൊടുത്താലോ അത് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തു, അത്രയേ ഉള്ളൂ. ഇതൊന്നും ആശ്വസിക്കാൻ കഴിയുന്നതല്ല, ആശങ്ക വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളാണ്. എന്നിട്ടും അത്തരമൊരു സത്യസന്ധമായ പ്രതികരണം എന്തുകൊണ്ട് ലീഗ് നടത്തുന്നില്ല? അല്ലെന്നേ, കോടതിയിൽ ഇപ്പോൾ ഒരു നിയമയുദ്ധത്തിൽ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു ഞങ്ങൾക്ക് എന്ന് ഒരു പ്രതീതി പുറത്തുണ്ടാകാതിരിക്കണം. ഞങ്ങളിതിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ഫൈറ്റ് ചെയ്യുകയാണ്, ഞങ്ങളുടെ ഭാഗത്ത് തന്നെയാണ് ആത്യന്തികമായി ഇതിൽ നീതി കിട്ടാൻ പോകുന്നത് എന്ന ഒരു പ്രചാരണ സ്വഭാവത്തിലുള്ള പ്രതികരണമല്ലേ നിങ്ങൾ നടത്തിയത്? സൂക്ഷ്മമായി നിയമപരമായി കാര്യങ്ങൾ പറയാനായി കുഞ്ഞാലിക്കുട്ടി തന്നെ മുൻപോട്ടേക്ക് വരൂ ഹാരിസ് ബീരാൻ എന്ന് പറയുമ്പോൾ ഹാരിസ് ബീരാൻ ആ കാര്യം തന്നെയാണ് പറയേണ്ടത്. പക്ഷേ ഒരു ആശ്വാസം എന്ന മുഖവരിയോടുകൂടിയാണ് ഹാരിസ് ബീരാനോട് ഈ കാര്യങ്ങളെല്ലാം വിശദീകരിക്കാൻ കുഞ്ഞാലിക്കുട്ടി പറയുന്നത്. എന്താശ്വാസം? എവിടെ ആശ്വാസം? ആർക്കാശ്വാസം? വേണു തന്നെ നേരത്തെ നിങ്ങളുടെ വിശദീകരണത്തിൽ BJP പ്രതിനിധിയുടെ വിശദീകരണത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇതിൽ സ്റ്റേ ഇല്ല, നിരുപാധികം ഈ ഹർജികളെ മുഴുവനും തള്ളി സർക്കാരിന് മുന്നോട്ട് പോകാമെന്നാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ പറയുന്ന ഈ വാദങ്ങൾ അംഗീകരിക്കുമായിരുന്നു. അതിനപ്പുറത്ത് ഈ കേന്ദ്ര ഗവൺമെന്റിനോട് വളരെ കൃത്യമായി കാര്യങ്ങൾ ചോദിക്കുകയും ആ കേന്ദ്ര ഗവൺമെന്റിനോട് കശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയ നിയമം, അതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ എത്തിയപ്പോൾ സുപ്രീം കോടതി അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതേ ആശങ്ക അന്ന് ഉന്നയിക്കുകയുണ്ടായി. ഈ കാര്യങ്ങളിൽ തുടർ നടപടിയുമായി കേന്ദ്ര സർക്കാർ പോകുമ്പോൾ എന്ത് സംഭവിക്കും? ആ ആശങ്ക മുന്നോട്ട് വെച്ചപ്പോൾ അന്ന് സുപ്രീം കോടതി പറഞ്ഞൊരു കാര്യമുണ്ട്. അങ്ങനെ സംഭവിച്ചാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് ആ ക്ലോക്ക് തിരികെ വെക്കാൻ പറ്റും, സമയത്തെ പിറകോട്ട് നയിച്ച് ക്ലോക്ക് പിന്നാക്കം കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് കഴിയും. അത്തരമൊരു വാചകം ഇന്ന് പറഞ്ഞിട്ടില്ല. ഇങ്ങനൊരു കാര്യമുണ്ടായാൽ നിങ്ങൾ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തു എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ആശ്വസിക്കാനുള്ള വകയൊന്നും ഇന്ന് കോടതിയിൽ നിന്നുണ്ടായിട്ടില്ല, ആശങ്കപ്പെടാനുള്ള വകയുണ്ടായിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങളോട് യഥാവിധി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇതിലെങ്ങനെയാണ് പ്രതിരോധിക്കാൻ കഴിയുക എന്നത് സത്യസന്ധമായി അവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. നടപടികൾ കൈക്കൊണ്ട് ഞാൻ അങ്ങയിലേക്ക് വരും.